അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ട് ഇടാറുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഫോട്ടോസിന് ഒന്നുകൂടി ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾക്ക് പല ആൾക്കാർക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം. എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഒരു വീഡിയോ ആണിത്. എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് എന്തായാലും ഉപകാരപ്പെടും, ഉറപ്പാണ്. കാരണം നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് മറ്റൊരാൾ ചെയ്തു വെച്ച പ്രിസെറ്റ് നമ്മളെ ഫോട്ടോസിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പൊ സ്വന്തമായിട്ട് ഓരോ പ്രിസെറ്റുകൾ ഉണ്ടാക്കണം താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ നടക്കൂല. അപ്പൊ അവർ ഈ വീഡിയോ കാണണമെന്ന് നിർബന്ധമില്ല. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണണം. കാരണം അവർക്ക് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ഇതിനായിട്ട് നമുക്ക് സ്നാപ്സീഡർ ആപ്ലിക്കേഷന്റെ ആവശ്യമുണ്ട്. ഓക്കെ, സ്നാപ്സീഡർ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എല്ലാവരും അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരാം. അപ്പൊ ഇതിന് സെന്ററിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഗാലറിക്ക് പോകും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോസ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതില് ഈ സ്ക്രീനിലാക്കിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മളെ മറ്റൊരു ഡിവൈസ്, അതുപോലെ ലാപ്പ് ആവട്ടെ ഫോൺ ആവട്ടെ, നമ്മൾ ഇതിൽ ജസ്റ്റ് നമ്മളെ ബ്രൗസറിൽ കയറാം. ക്രോം ബ്രൗസറിൽ കയറിയതിനു ശേഷം മേലെ നമ്മൾ സ്നാപ്സീഡ് QR കോഡ് എന്ന് സെർച്ച് ചെയ്യാം. സ്നാപ്സീഡ് QR കോഡ് എന്ന് സെർച്ച് ചെയ്യാം. സ്നാപ്സീഡ് QR കോഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്നാപ്സീഡ് QR കോഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ ഇതിൽ നമ്മൾ ക്രോമിലൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഇമേജ് ആണ് ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ അധികം QR കോഡ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഓരോരുത്തർ ചെയ്ത് ഗൂഗിളിലോട്ട് അപ്ലോഡ് ചെയ്ത ഓരോ പ്രിസെറ്റുകളാണ്. അപ്പൊ ഇത് നമ്മളെ ഫോട്ടോസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു QR കോഡ് നമ്മൾ എടുക്കുക. ഞാൻ ഇപ്പൊ ഇതാണ് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, പേജ് ഇത് നമ്മളെ ഫോട്ടോത്തിന് ശേഷം നമ്മളെ ആ ഫോട്ടോസിന്റെ തൊട്ടുമേലായിട്ട് ലെയറിന് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ലെയറിന്റെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഏറ്റവും താഴെയായിട്ട് QR ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഈ QR ലോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം സ്കാൻ QR ലോക്ക് കാണാം. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളെ ക്യാമറ ഓപ്പൺ ആവും. ഓക്കെ, അതൊക്കെ അലൈ ചെയ്ത് കൊടുക്കുക. ക്യാമറ ഓപ്പൺ ആയിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് ജസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രിസെറ്റ് നമ്മളെ ഫോട്ടോസിന് ആഡ് ആവുന്നതാണ്. നമ്മളെ ഫോട്ടോ ഇത് ഒരുമാതിരി ബോറാണ് നമ്മളെ ഫോട്ടോസിന്. അപ്പൊ നമ്മളെ ഫോട്ടോസിന് ചേരുന്ന പ്രിസെറ്റ് എടുത്തിട്ട് നമ്മളെ ഫോട്ടോസിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വീണ്ടും നമുക്ക് ഈ പ്രിസെറ്റ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ലെയർ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അടിയിൽ നമ്മൾ QR ലോക്ക് എന്ന് കാണാനായിട്ട് സാധിക്കും. അതെടുത്തിട്ട് QR സ്കാൻ ചെയ്യാം. നമുക്ക് വേറൊരു പ്രിസെറ്റ് എടുക്കാം. ഓക്കെ, ഞാൻ എന്തായാലും വേറൊരു പ്രിസെറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയാണോ QR നമ്മൾ അടുത്തൊരു പ്രിസെറ്റ് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടുത്തൊരു പ്രിസെറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ വേറൊരു പ്രിസെറ്റ് നമുക്ക് നമ്മളെ ഫോട്ടോസിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കാം. അപ്പം ഇപ്പൊ നമ്മളെ നിലവിലുള്ള പ്രിസെറ്റ് നമ്മളെ പുതിയ പ്രിസെറ്റ് വരുന്നുണ്ടെങ്കിൽ ഈ അപ്ലൈ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളെ പുതിയ പ്രിസെറ്റ് ഇതിലേക്ക് ആഡ് ആവുന്നതാണ്. ഇനി അതുപോലെ തന്നെ കുറെ അധികം പ്രിസെറ്റുകൾ നമ്മളെ ഇതിലുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ലൊരു പരിപാടിയാണിത്. മറ്റൊരാളെ പ്രിസെറ്റ് എടുത്തിടുക. അപ്പൊ ഇത് പരിപാടി എന്ന് പറയുമ്പോൾ എഡിറ്റിംഗ് അറിയാത്തവർക്ക് ഏറ്റവും നല്ലതാണിത്. ഇനി എഡിറ്റിംഗ് പഠിക്കുക, അതാണ് ഒന്നും കൂടി നല്ലത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരോ പ്രിസെറ്റ് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പൊ ഓരോന്നിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്, ഓരോന്നിന്റെ പ്രിസെറ്റുകളും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് ചെയ്യാൻ അറിയാത്തവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കുക. ഓക്കെ, അപ്പൊ ഇറ്റ്സ് മീ മുഹമ്മദ് റാസി സൈനിങ് ഔട്ട്.